അതെ ആ ഇതാ നിങ്ങളുടെ ഫോൺ റിപ്പയർ ചെയ്തു. അയ്യോ ശരിയാക്കി കിട്ടിയോ? നന്ദി ചേട്ടാ, നിങ്ങൾ നല്ല മനുഷ്യനാ. സാർ, ഈ ഫോൺ ശരിയാക്കിയിട്ടുണ്ട്. സാർ ചോദിച്ച പുതിയ ഫോൺ. അല്ല, ഈ ഫോണിൽ നമ്പറും ഡേറ്റയൊക്കെ എന്റെ ഫോണിലേക്ക് മാറ്റിയല്ലോ അല്ലേ? ചെയ്തു സാർ. ശരി, നീ വെക്കോ. കാണിച്ച്. അങ്ങനെയല്ല, കൈ ഇങ്ങനെയല്ല വെക്കേണ്ടത്. അങ്ങനെയല്ല, 3 വിരല് പുറത്തേക്ക്, 2 വിരല് അകത്തേക്ക്. പിന്നെ കൈ ദേ ഇങ്ങനെ വെക്കണം. നോക്കട്ടെ. ഇനി ചെയ്ത്. താ തൈ ത തൈ ആ തൈ ത തൈ. നിങ്ങളെപ്പോഴാ വന്നേ? ഞങ്ങള് പ്രാക്ടീസ് ചെയ്യായിരുന്നു. തളർന്നു പോയി ചേച്ചി. ചേട്ടാ, ഞാൻ കളിച്ചത് കണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഉണ്ടായിരുന്നോ? സത്യം പറ. ഞാൻ പോയി ചായ ഇട്ടെടുത്തോണ്ട് വരാം. ചേച്ചി, എനിക്ക് ഒരുപാട് തളർച്ചയുണ്ട്. ചായ ഇട്ടുണ്ട് എൻ്റെ റൂമിലോട്ട് കൊണ്ടുവന്നേക്കെ. ശരി. പായൽ ഇവിടെ താമസിക്കുന്നോണ്ടും അവളെ ഡാൻസ് പഠിപ്പിക്കുന്നോണ്ടും നിങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ലാന്ന് ഓർക്കുമ്പോ സന്തോഷമുണ്ട്. ഈ ചിലങ്ക കെട്ട്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ എനിക്ക് ഡാൻസ് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്തു പറഞ്ഞാലും അതേപടി അനുസരിക്കണം. ചിലങ്ക കേട്ടെ പറഞ്ഞനുസരിക്കില്ലേ? ഇല്ലേ? ഇല്ല. അതെടുക്ക. ഹലോ ചേച്ചി, ഞാൻ നാളെ ജോലിക്ക് വരില്ല. ജോലിക്ക് വരാൻ പറ്റില്ലെന്നോ? അതെന്തുകൊണ്ടാ? ചേച്ചി, ആ പൂജയുണ്ടല്ലോ, എന്റെ പേരിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിരിക്കുക. ഞാൻ അവരുടെ നമ്പരും ഇൻഫർമേഷൻ എല്ലാം ആരുടെയോ കയ്യിൽ കൊടുത്തു എന്ന് എന്റെ മേലെ കുറ്റം പറയുക. അവരാരോ ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് അവർ പേടിച്ചിരിക്കുക. പൂജയ്ക്കോ? എന്താ അയച്ചത്? എന്താന്ന് തെളിച്ചു പറ. അതിനെ കുറിച്ച് ഒന്നും എനിക്ക് അറിയില്ല ചേച്ചി. അതെന്തോ നീളത്തില് വണ്ണം കുറഞ്ഞ് സോക്സ് മാതിരി ഉണ്ടെന്ന്. പക്ഷെ ചേച്ചി, ഞാൻ സത്യമാ പറയുന്നേ. ഞാൻ ആരുടെ കയ്യിൽ അവരുടെ നമ്പർ കൊടുത്തിട്ടില്ല. അവരെന്നെ കുറിച്ച് കള്ളം പറയുക. അവരെന്നെ ഒരുപാട് വേദനിപ്പിച്ചോണ്ടിരിക്കുക. ഇനിയും ഞാൻ ഇവിടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ തിരിച്ചെന്റെ നാട്ടിലേക്ക് തന്നെ പോവാ. നിക്ക്, നീ ഞാൻ പറയുന്നു കേക്ക്. ഹലോ, ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞോ? ആ ചേച്ചി, ആ ഞാൻ കോളേജിൽ പോയിട്ട് വരാം കേട്ടോ. വന്നതിന് ശേഷം ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. ബൈ.
ചേട്ടാ എനിക്കൊരു ഐസ്ക്രീം താ. ഇത് എന്റെ കാലിന്റെ ഫോട്ടോ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ അടുത്ത ആരോ. മേഡം, നിങ്ങളുടെ ഐസ് റെഡി. ഇപ്പൊ എനിക്ക് വേണ്ട. നിങ്ങൾ പായലിന്റെ മുറിയിലേക്ക് എന്തിനാ പോകുന്നേ? സൂക്ഷിച്ച്. ഞാനെന്താ വികലങ്ങനാന്ന് കരുതിയോ? ഒരു കാര്യം നമുക്കിവിടെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. സംക്രാന്തിന് അയാളുടെ ഭാര്യയോട് ഒരു താല്പര്യവും ഇല്ല. സ്നേഹത്തിനെ പറ്റി പറയേ വേണ്ട. അവന്റെ കണ്ണിൽ രചന ഒരു വേലക്കാരിയാണ്. ശരീരത്തിന്റെ ദാഹവും തീർക്കണം. മറ്റൊന്നും വ്യക്തമാണ്, ഇവനൊന്നും മനുഷ്യനല്ല, മൃഗമാണ്. ഇപ്പൊ അവന്റെ കണ്ണു മുഴുവൻ പായലിന്റെ മുകളിലാണ്. ഈ അവസ്ഥയിൽ രചനയ്ക്ക് അവനെ തടയാൻ കഴിയുമോ? രചന സംക്രാന്തിന് എന്ത് ചെയ്യുന്നെന്ന് നോക്കാം. ഇനി ഒരു റിഹേഴ്സലും കൂടി മതി. എന്നിട്ട് നോക്കിക്കോ, കൾച്ചറലിൽ കഥക്കിനുള്ള അവാർഡ് നിനക്കായിരിക്കും. അതിരിക്കട്ടെ ചേച്ചി. നോക്കട്ടെ, നിന്റെ കഴുത്തിൽ എന്തോ അടയാളം ഉണ്ടല്ലോ. അതോ, അത് അലർജി വന്നപ്പോ ഞാൻ... ഇല്ല, ഇത് അലർജി ഒന്നുമല്ല. ഇത് എന്തോ കഴുത്തിന് കുത്തിപ്പിടിച്ച പാടാണല്ലോ ഇത്. നിനക്ക് വേറെ പണിയൊന്നുമില്ല, അതൊക്കെ വിട്. അല്ല, നിനക്ക് ഓർമ്മയുണ്ടോ ചെറുപ്പത്തിൽ നമ്മള് ടിവിയുടെ മുമ്പിൽ എങ്ങനെ ഡാൻസ് കളിച്ചിരുന്നേ? അതുപോലെ ഇന്നും കളിക്കാവോ? ശരി, പക്ഷെ ചായ കുടിച്ചതിന് ശേഷം. ഓക്കെ ചേച്ചി. നീ മ്യൂസിക് ഇട്, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. എന്ത് ചേട്ടാ, നിങ്ങൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ?
കൈ വേദനിക്കുന്നു. വിട് ചേട്ടാ. എന്താ നിനക്കെന്താ പറ്റിയേ? എനിക്കറിയില്ല ചേച്ചി. രചന പറഞ്ഞോ, എന്താ മോളെ രാത്രി വിളിച്ചേ? ഒന്നുമില്ല ഏട്ടാ, ചേട്ടന്റെ ഓർമ്മ വന്നപ്പോ. രാത്രി നീ ഇങ്ങനെ വിളിക്കാറില്ലല്ലോ, കാര്യം എന്താ? സത്യം പറ. ചേട്ടാ, ചേട്ടൻ എന്റെ ഓർമ്മയൊന്നും വരാറില്ലേ? നട്ടപ്പാതിരേക്ക് ഇത് ചോദിക്കാനാണോ വിളിച്ചേ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കേ. ഇല്ല ഏട്ടാ, ഞാൻ ഇത് പറയാൻ വിളിച്ചതാ. ഞാനും പായലും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ചേട്ടാ, നോക്കിക്കോ, നാളെ കോളേജിൽ നിന്റെ പെർഫോമൻസ് കണ്ട് എല്ലാരും നിന്നെ പ്രശംസിക്കും. എല്ലാരും അഭിനന്ദിക്കും. പക്ഷെ ഡാൻസ് പഠിപ്പിച്ചത് നീയല്ലേ? നിക്ക്, ഞാനിപ്പോ വരാം. ചേട്ടാ, നിങ്ങളാണോ? ഇങ്ങനെ ഇട്ടിക്ക്, ഞാൻ തേച്ചു തരാം. വേണ്ട ചേട്ടാ, ഞാനേ ചെയ്തോളാം. അത് സാരമില്ല. ബാക്കി ഞാൻ ചെയ്തോളാം. ഒന്നുമില്ല, ചേച്ചിയുടെ കാല് ഫ്രാക്ചർ ആയില്ലേ, അവളെ കൊണ്ട് നടക്കാൻ പറ്റില്ല. ഞാൻ കുറച്ചുനാൾ ഇവിടെ ഇരിക്കുക. എന്ന് ശരി, സൂക്ഷിച്ചിരിക്കട്ടോ. ബൈ. ചേട്ടാ, എന്ത് ചെയ്യോ നിങ്ങളെ? എന്റെ അടുത്ത് വന്നേക്കരുത്, ഞാൻ കുത്തും. മാറി നിൽക്കാനാ പറഞ്ഞത്, വേണ്ട. വിടാനല്ലേ പറഞ്ഞത്? ചേച്ചി, ഓടിവാ, എന്നെ രക്ഷിക്കേ. പായൽ, 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 വിടാനല്ലേ പറഞ്ഞത്? വിടാനല്ലേ പറഞ്ഞത്? എന്നൊന്നും ചെയ്യില്ല ചേട്ടാ. ഇങ്ങോട്ട് നോക്ക്, നിനക്ക് എന്താ പറ്റിയേ? പായൽ, എന്താ പറ്റിയെന്ന് പറ. എന്താ മോളെ പറ്റിയേ? ചേച്ചി, ചേട്ടൻ